ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അലീന റൂമിൽ വന്ന് കയറുമ്പോൾ ഒരു കോള് വരുന്നുണ്ട്. അപ്പച്ചനാണ് വിളിക്കണത്. അപ്പച്ചൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അലീനോട്, നീ ഉറങ്ങിയോ മോളെ? ഇല്ല അപ്പച്ച, ഉറങ്ങാറാവുന്നല്ലേ ഉള്ളൂ, ടൈം ആവുന്നേ ഉള്ളൂ എന്ന്. സ്റ്റാൻലി ഉറങ്ങിയോ? ഇല്ല, ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. അവനിന്ന് തോട്ടത്തിലൊന്നും പോയില്ലേ മോളെ? ഇന്ന് എവിടേക്കും പോയില്ല. ഇന്നത്തെ ഒരു കുടി കൂടുതലാണ്. അതെന്ത് പറ്റി? അവനെന്തെന്ന് അങ്ങനെ ചെയ്യേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ ഒരു റീത്താമ്മാൻ്റെയും ടെൽസമോളും വന്നിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, അത് നമ്മുടെ എൽസമ്മയുടെ ചേച്ചിയാ. അവൾക്ക് 7 നാവാ. അവളോട് പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റിയില്ല. അവൾ വേണ്ടാത്തോടത്തൊക്കെ വന്ന് പിടണ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവും. തല്ലില്ലാത്തോടത്ത് തല്ലുണ്ടാക്കല അവളുടെ പണി. അവൾ വന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അവനെ കൊണ്ട് അവളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തിന്? അവൻ്റെ അപ്പനായ എന്നെ കൊണ്ട് പോലും അവളോട് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, പപ്പ എന്തിനാ അവരെ പേടിക്കുന്നേ? അപ്പം അപ്പച്ചൻ പറയാണ്, അവൻ അവളെ പേടിയൊന്നുമില്ല, പക്ഷെ അവളോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവനൊരു നാക്കല്ലേ ഉള്ളൂ, അവൾക്ക് കഴുത്തിന് ചുറ്റും നാക്കാ. അങ്ങനെയുള്ളവളോടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വല്ല ആണുങ്ങളാണെങ്കിൽ ഒന്ന് കൊടുക്കാം, ഇത് അതും പറ്റത്തില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, റീത്താമാൻ്റിക്ക് എന്താ പപ്പയുടെ കാര്യത്തിലൊക്കെ ഇടപെടേണ്ട ആവശ്യമെന്ന്. അപ്പോൾ അപ്പച്ചൻ പറയാണ്, അവളാണ് എൽസമ്മയുടെ വക്കാലത്തുകാരി. എൽസമ്മ നാക്കെടുത്തൊരു കാര്യം പറയില്ല, ഒക്കെ റീത്താമ്മ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവനോട് റീത്താമ്മ എന്തൊക്കെ പറഞ്ഞു നീ കേട്ടോ? അതൊന്നും ഞാൻ കേട്ടില്ല. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, എന്നിട്ട് അവൾക്ക് വീട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ യാത്ര ചെയ്യുന്ന കാറ് വാങ്ങിച്ചു കൊടുത്തതാണ്. ചോദിക്കുമ്പോൾ കാശ് കൊടുക്കുന്നുണ്ട്. അവർക്ക് കാശ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ വിഷയമായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ഇത്രയും നാൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പം അലീന പറയുന്നുണ്ട്, എൻ്റെ പേരും പറഞ്ഞ് തല്ലുകൂടരുതെന്ന് പപ്പയോട് വല്യപ്പച്ചനൊന്നും പറയണം. ഞാൻ പോയാലും പ്രശ്നമില്ല, ഞാൻ ഒറ്റയാണല്ലോ, എന്നെ മാറ്റി പാർപ്പിക്കാവുന്നതുള്ളൂ. പക്ഷെ അതുപോലെയല്ല, പപ്പയുടെ സ്വന്തം ഭാര്യയും 3 മക്കളുമാണ്. അത് എനിക്ക് വേണ്ടിയിട്ട് പപ്പ തല്ലുകൂടരുതെന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നീ പോയാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരില്ല മോളെ. ആ റീത്താമ്മ അവളെയും അവനെയൊന്നും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റും. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, പപ്പയും പപ്പയുടെ കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് റീത്താമ്മയ്ക്ക് എന്താന്ന്? അപ്പോൾ വല്യപ്പച്ചൻ പറയാണ്, ഇവൻ അയച്ചു കൊടുക്കുന്ന വരുമാനം കൊണ്ടാണ് ആ വീട് കഴിഞ്ഞു പോകുന്നത്. ആ കാറ് വാങ്ങിച്ചു കൊടുത്തത് ഇവനാണ്, ചിലവിന് കാശ് കൊടുക്കുന്ന ഇവനാണ്, അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് റീത്താമ്മയാണ്. അപ്പോൾ അവളുടെ വരുമാനം മുട്ടിപ്പോകും, അതുകൊണ്ട് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. അത് തന്നെയാണ് കാര്യമെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പപ്പ അതൊക്കെ എന്തിനാ സമ്മതിച്ച് കൊടുക്കുന്നതെന്ന്. അപ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, സമ്മതിച്ച് കൊടുക്കാണ്ട് നിവൃത്തിയില്ല മോളെ, റീത്താമ്മയാണ് എൽസമ്മയ്ക്കും മക്കൾക്കൊക്കെ കാര്യമെന്നും. അപ്പം അലീന പറയുന്നുണ്ട്, ആ കൊച്ചിനെ എന്നെ ഭയങ്കര ഇഷ്ടമായി, അതോടൊന്ന് പോകാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല, അതിനെ പിടിച്ചു വലിച്ചാൽ കൊണ്ടുപോയതെന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, അതിൻ്റെ കാര്യം നീ നോക്കണ്ട, അതിന് മൂത്തൊരു കുട്ടിയുണ്ട് ഡാനിയ, പിന്നെ അതിന് താഴെ ഒരു ആൺകുട്ടിയുണ്ട്. അവർക്കൊക്കെ റീത്താമ്മ പറയുന്നതിനപ്പുറത്തൊന്നുമില്ല, അവളാണ് അവർക്കൊക്കെ കാര്യം. അപ്പോൾ പിന്നെ അവൻ സമ്മതിച്ചു കൊടുക്കാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാൻ വല്യപ്പച്ച, എൻ്റെ പേരിൽ ഇവിടെ തല്ലും വഴക്കും വേണ്ട, അവരൊന്നിച്ച് ജീവിച്ചോട്ടേന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, നീ പോയാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ തറവാട്ടിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നീ അവിടെ ഉള്ളതൊക്കെ ഇവിടെയുള്ളവരെ അറിഞ്ഞു, അത് തന്നെ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാൻലി നോക്കിക്കോളും, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാനും ശരിയാക്കിക്കോളാം. നീ ഇതൊന്നും ആലോചിച്ച് തല വയ്ക്കണ്ട മോളെ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ സമാധാനമായിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഫോൺ വയ്ക്കുകയാണ് ലാസ്റ്റ്. പക്ഷെ അലീനയ്ക്ക് ഭയങ്കര ടെൻഷനാവുന്നുണ്ട്, ഇനി എന്താവും ഏതാവും എന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതേനെയാണ്. ബബിതയുടെ ലവറെ വിളിക്കുകയാണ് അമലിനെ. കുറേ നാളായിട്ട് അമലായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. ബബിത വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. കുറേ നാൾ മുന്നേ അലീനയുടെ ചൂലും കെട്ടുകൊണ്ടുള്ള തല്ലും കൊണ്ടിട്ട് ഓടിയതാണ്. അപ്പോൾ ഇപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ എന്തോരം വട്ടായി വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ വിളിക്കണത്? നീ അന്ന് എന്നെ അടിച്ച് ഓടിപ്പിച്ചതല്ലേ എൻ്റെ വീട്ടിലെ വേലക്കാരീനെ കൊണ്ട്. അന്ന് ഞാൻ ഓടിയ ഓട്ടത്തിന് വല്ല വണ്ടി ഇടിക്കഴിഞ്ഞത് ഭാഗ്യം. നിനക്ക് എന്നെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു വാക്ക് പറഞ്ഞാൽ പോരെ? ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? നീ പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു തരുമായിരുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ അവിത
ചോദിക്കുന്നുണ്ട്, ആരാ നിന്നെ അവോയ്ഡ് ചെയ്തത്? ഞാൻ എന്തോരം വട്ടമായി നിന്നെ വിളിക്കണോ, നീ അല്ലേ ഫോൺ എടുക്കാത്തത്? നിൻ്റെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ, അപ്പോൾ അവിടെയും വെച്ച് കാണാൻ പറ്റില്ല, നീ എന്താ എൻ്റെ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമൽ പറയുകയാണ്, നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ നിൻ്റെ വേലക്കാരിനെ കൊണ്ട് അടുപ്പിച്ചത്? ഞാൻ ആ വേദന എപ്പോഴും മറന്നിട്ടില്ല. ഇപ്പോൾ വീട്ടിലെ ചൂല് കണ്ടാൽ പോലും ഞാൻ പേടിച്ച് പോവുകയാണെന്നൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ഭവിത പറയുന്നുണ്ട്, അത് അലീന ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമൽ ചോദിക്കുന്നുണ്ട്, സ്റ്റോപ്പ്, നീ എന്താ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞത്? ഭവിത പറയുന്നുണ്ട്, അലീന ചേച്ചി എന്നും നീ ഇത്ര നാൾ അങ്ങനെയല്ലല്ലോ വിളിച്ചിരുന്നത്, ആ ചേച്ചീനെ കുറിച്ച് എന്തൊക്കെ കുറ്റം നീ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്? എന്നിട്ടിപ്പോൾ നീ അലീന ചേച്ചി എന്നോ? നിൻ്റെ കാര്യം നടക്കാൻ കൂട്ട് നിന്നപ്പോൾ, എന്നെ ഒഴിവാക്കാൻ നിൻ്റെ കാര്യം നടക്കാൻ അവർ കൂട്ട് നിന്നപ്പോൾ നിനക്കിപ്പോൾ അത് ചേച്ചിയായില്ലേന്ന്. ഭവിത പറയുന്നുണ്ട്, ഞാൻ നിന്നോട് നേരിട്ട് കണ്ട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് വരുമ്പോൾ പറയാമെന്ന്. അപ്പോൾ അമൽ പറയണ്ടേ, എനിക്ക് നീയായിട്ട് ഒരു ബന്ധവും വേണ്ട, എന്നെ ഒഴിവാക്കി തന്നാൽ മതി, ഇനി എന്നെ ശല്യം ചെയ്യാണ്ടിരുന്നാൽ മതി, എനിക്ക് എൻ്റെ ജീവന വലുതെന്ന് പറഞ്ഞിട്ട് അമൽ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പം ഭവിതയ്ക്ക് ആകെ സങ്കടമാവും. ഭവിത സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അമൽ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭവിത ഇരുന്ന് കരയുന്നുണ്ട്. എന്നിട്ട് അമലിനെ കുറച്ച് ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആൻ്റപ്പനെയാണ്, ആരോടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജോഗിങ് കഴിഞ്ഞിട്ട് നമ്മുടെ കേണൽ സാബ് വരുന്നുണ്ട്. പട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു, അലീന എഴുന്നേറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീനെ കുറിച്ച് എഴുന്നേറ്റ് തോന്നുന്നുണ്ട്, അടുക്കളയ്ക്കൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വയ്ക്കും, ഞങ്ങളിപ്പോൾ കഴിക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് ആൾ അകത്തേക്ക് കയറി പോവാണ്. വീണ്ടും ആൻ്റപ്പനെ വിളിച്ച് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അലീനയും പൗലോസും തമ്മിൽ? അപ്പോൾ ആൻ്റപ്പൻ പറയുന്നത്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, കുറച്ചിടയ്ക്ക് അവർ തമ്മിൽ വാക്കുതർക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കേണൽ സഭ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 2 പേര് സ്കൂളിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്, നമ്മുടെ കൃഷ്ണജനെ കാണാനാണ്. അതിൽ റോഷൻ എന്ന് പറയണ കുട്ടി അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരാൾ തുണക്കി വന്നിരിക്കുന്നതാണ്, അവളുടെ ചേട്ടനാണ്. അപ്പോൾ കൃഷ്ണജ പുറത്തേക്ക് വരുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, അതാ നീ പറഞ്ഞ പെൺകുട്ടി വരുന്നെന്നും. അപ്പോൾ ഇവൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് അവളെ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് ചേട്ടൻ. അത് വിളിക്കുമ്പോൾ ഇവനോട് റോഷനോട് പറയുന്നുണ്ട് കാര്യം പറയാം. അപ്പോൾ റോഷൻ പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല എന്ന്. അപ്പോൾ കൃഷ്ണജ ചോദിക്കുന്നുണ്ട്, എന്താ റോഷ കാര്യം? ഒന്നുമില്ല എന്ന്. അപ്പോൾ കൃഷ്ണജൻ അങ്ങോട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുകയാണോ? വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട കേട്ടോ, ലാസ്റ്റ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവുന്ന പുലിവാലൊക്കെ റോഷൻ തന്നെ ഏൽക്കേണ്ടി വരും, പഠിപ്പ് നിർത്തി വീട്ടിലിരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റോഷൻ പേടിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടൻ്റെ തലയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ, ചേട്ടൻ്റെ അനിയനല്ലേ, എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുക, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണ്ടേ എന്നൊക്കെ. എന്നിട്ട് റോഷനോട് പറയുന്നുണ്ട്, കൊടുത്തിട്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണജ പോകാൻ നേരം വീണ്ടും ചേട്ടനോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും സ്വന്തം അനിയന് പറഞ്ഞു കൊടുക്കല്ലേ ചേട്ടാ, ഇതൊക്കെ വളരെ മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണജ പോകുന്നുണ്ട്. എന്നാൽ എനിക്ക് സമാധാനമായി, നമുക്കും പോകാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ അനിയനും കൂടി അവരും പോകുന്നുണ്ട്. സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. പൗലോസൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ഉപവാസമാണ്, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, വല്ല പുണ്യാളന്മാരുടെ ദിവസമാണോ, ആരുടെയും ഓർമ്മ ദിവസമാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇന്ന് ഉപവാസം എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, കാലത്ത് തന്നെ കിച്ചണിൽ വന്നിട്ട് പറഞ്ഞിരുന്നു, എനിക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഉപവാസമാണെന്നും. അപ്പോൾ നീ അവളോട് നല്ല രീതിക്കല്ലേ പെരുമാറണ്, അവളിപ്പോൾ കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും നിന്നോട് തല്ലൂടാൻ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും. അപ്പോൾ നീ അവളോട് മര്യാദയ്ക്ക് പെരുമാറണം, അവൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. നന്ദികേട് കാണിച്ച് ഞാൻ പൊറുക്കില്ല അവരുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അലീന കൊച്ചിന് എന്നെ എന്തോ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്താ കാരണം എന്ന് എനിക്കറിയില്ല, അപ്പോൾ എന്തോ മുൻജന്മ ശത്രുതയുള്ള പോലെ അവരുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന അങ്ങനെ മുൻവിധിയോടുകൂടി പെരുമാറുന്നവളല്ല. എന്നിട്ട് സ്റ്റാൻലി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്.